ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1156 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ സ്പോയിലേഴ്സിൽ നമ്മുടെ റോക്സിനെ കുറിച്ചോ അതുപോലെ തന്നെ നമ്മുടെ റോജറിനെ കുറിച്ചോ, ഗാർപ്പ് വേഴ്സസ് റോജർ ഇതിനെക്കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വൺ പീസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈപ്പ് ചെയ്താലും നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഹൈപ്പ് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഐഡിൽസ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കവർ സ്റ്റോറിയിലായിക്കോട്ടെ നമ്മുടെ ലൂഫിനെ, നാമിനെ, സോറോനെ, സാഞ്ചിനെ, അതുപോലെ തന്നെ നമ്മുടെ റെയിലി, റോജർ, ഗബ ഇവരെയൊക്കെ നമ്മുടെ കവർ സ്റ്റോറി കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ള സ്ട്രോ ഹാറ്റ്സിനെയും, അതും കളേർഡ് ആയിട്ടുള്ളത്. നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുമ്പോൾ കൂജ പാരറ്റ്സ് വെർ ഐഡിൽസ് ഫോർ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അറ്റ് ദ ടൈം ഗ്ലോറിയോസ വാസ് ദ ക്യാപ്റ്റൻ ആൻഡ് ഷാക്കുയാക്കു വാസ് മെമ്പർ ടു, ബട്ട് ഷാക്കുയാക്കു വാസ് ദ പീപ്പിൾസ് ഫേവറേറ്റ് ഫോർ ഹെർ ബ്യൂട്ടി. ഈ ചാപ്റ്റർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്കിലൂടെ തന്നെയാണ് നമ്മുടെ കൂജ പാരറ്റ്സിനെ കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. അതും നമ്മുടെ ഗ്ലോറിയോസ ആയിരുന്നു ആ ടൈമിൽ നമ്മുടെ കൂജ പാരറ്റ്സിൻ്റെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ നമ്മുടെ റെയിലിയുടെ കൂടെ കാണുന്ന ആ സ്ത്രീ ഷാക്കുയാക്കു അങ്ങനെ കാണുന്ന പേര് ആ ക്യാരക്ടറും ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഷാക്കുയാക്കു ആയിരുന്നു നമ്മുടെ ബോവ ഹാൻകോക്കിനെ പോലെ ഫേമസ് എന്ന് വെച്ചാൽ ബ്യൂട്ടി കൊണ്ട് എല്ലാവരും ഇംപ്രസീവ് ചെയ്യിപ്പിച്ചത് നമ്മുടെ ഷാക്കുയാക്കു ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂജ പാരറ്റ്സ് ആൻഡ് റോജർ പാരറ്റ്സ് ക്ലാഷ് ഇൻ ദ സീ. All the Roger parrots were cultivated by Shakiyaku's beauty and they couldn't fight their 100%. Gloriosa loved Roger. She was sick like Hancock. But even Roger was cultivated by Shakiyaku's. However, Shakiyaku had her eyes on Rayleigh. അടുത്ത സീനിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ റോജർ പാരറ്റ്സും നമ്മുടെ കൂജ പാരറ്റ്സും തമ്മിൽ കടലിൽ വെച്ചൊരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിലായിക്കോട്ടെ നമ്മുടെ റോജർ പാരറ്റ്സ് എല്ലാം നമ്മുടെ ഷിക്കിയാക്കോയുടെ ബ്യൂട്ടി കണ്ടിട്ട് നമ്മുടെ ബോവ ഹാൻകോക്കിനെ കണ്ടിട്ട് മറ്റുള്ളവർ എന്താണോ കളിക്കുന്നത് അതേ രീതിയിലുള്ള കളി തന്നെയാണ് കളിക്കുന്നത്. എനിക്കിവിടെ സർപ്രൈസ്ഡ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോജർ പോലും നമ്മുടെ ഷിക്കിയാക്കോയുടെ ബ്യൂട്ടി കണ്ടിട്ട് ഇമ്പ്രസ് ആയി പോയി. കാരണം നമ്മുടെ റോജറിനെ ലൂഫിനെ എപ്പോഴും ഒരേപോലെയാണ് കാണിക്കാറ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം റോജർ ഡിഫറൻ്റ് ആണ്. പക്ഷേങ്കിൽ അതേസമയം നമ്മുടെ ഗ്ലോറിയോസയ്ക്ക് നമ്മുടെ റോജറിനോടും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ റോജർ അത് അറിയുന്നില്ല. നമ്മുടെ ഷൊക്കിയാക്കോ ആയിക്കോട്ടെ നമ്മുടെ റെയിലിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ എടപ്പോലും ഇതേ അവസ്ഥ നമ്മുടെ വൺ പീസിലായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ നമ്മൾ ആരെ നോക്കിയാലും നമുക്ക് ഒരെ കിട്ടില്ല. വേറെ ആർക്കെങ്കിലും എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടും. വല്ലാത്തൊരു വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗോജോ പറഞ്ഞ് എത്രമാത്രം ശരിയല്ലേ. തൊട്ടടുത്ത പാനലിൽ സഡൻലി ഗാർപ്സ് ഷിപ്പ് അപ്രോച്ച്ഡ് ദം. സോ കൂജ പാരറ്റ്സ് എസ്കേപ്ഡ് when the Roger pirates fought the Marines. Roger and Garp had a brutal clash with a huge wave of Supreme King Haki. റോജർ യൂസ്ഡ് ഹിസ് സോഡ് ആൻഡ് ഗാർപ്പ് യൂസ്ഡ് ഹിസ് ഫിറ്റ്സ്. അപ്പം നമ്മുടെ റോജർ പാരറ്റ്സിൻ്റെയും കൂജ പാരറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാർപ്പും മറ്റുള്ള മെറീൻസും കൂടെ അവിടത്തേക്ക് വരുന്നത്. അത് കണ്ടതും നമ്മുടെ കൂജ പാരറ്റ്സ് സ്ഥലം വിടും. എന്നിട്ട് നമ്മുടെ റോജർ പാരറ്റ്സ് ആയിക്കോട്ടെ നമ്മുടെ ഗാർപ്പുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഫൈറ്റ് ആനിമേറ്റഡായി വരുമ്പോൾ എത്രമാത്രം എപ്പിക്കായിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ റോജറും ഗാർപ്പും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് ബീഡും റോജറും ഫൈറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഹാക്കി വേവ്, സുപ്രീം കിങ് ഹാക്കിയുടെ വലിയൊരു വേവ് തന്നെ അവിടെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതും നമ്മുടെ ഗാർപ്പായിക്കോട്ടെ തൻ്റെ ഫിസ്റ്റു, അതുപോലെ തന്നെ നമ്മുടെ റോജർ തൻ്റെ സോഡ് ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ലോക്കി പ്ലാൻ ടു ജോയിൻ റോക്സ് പാരറ്റ്സ് നെക്സ്റ്റ് ടൈം ദേ റിട്ടേൺ ടു എൽബാഫ്. നമ്മുടെ ലോക്കി അടുത്ത തവണ നമ്മുടെ റോക്സ് പാരറ്റ്സ് എപ്പോഴാണോ എൽബാഫിലേക്ക് വരുന്നത് അപ്പോൾ റോക്സ് പാരറ്റ്സിലേക്ക് ജോയിൻ ചെയ്യാനാണ് നമ്മളെ ലോക്കി തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇത് പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിലായിട്ട് ഇൻ ഹാച്ചിനോസു വി സി റോക്സ് പാരറ്റ്സ് വിത്ത് ന്യൂ ക്രൂ മെമ്പേഴ്സ് ലൈക്ക് ബിഗ് മാം, കൈഡോ, സിൽവർ ആക്സ് ആൻഡ് ജോൺ റോക്സ് ടോൾഡ് ആൾ ഓഫ് ദം that Elbaf is very important to destroy the Holy Land. പിന്നെ ഇത് കാണിക്കുന്നത് നമ്മുടെ റോക്സ് പാരറ്റ്സിനെയാണ്. ഹാച്ചിനോസൂല് പുതിയ മെമ്പേഴ്സുമായിട്ട് ബിഗ് മാം, കായ്ഡോ, സിൽവർ ആക്സ്, അതുപോലെ തന്നെ ജോൺ റോക്സ് ഇവരോടൊക്കെ റോക്സ് പറയുന്നുണ്ട് നമ്മുടെ എൽബാഫിന് നമ്മുടെ ഹോളി ലാൻഡ് ഡെസ്ട്രോയ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ടെന്ന്. റോക്സ് ആൾസോ എക്സ്പ്ലെയിൻഡ് ഹിസ് പ്ലാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. First he needed 2 legendary devil fruits and one of them was in Elbaf. He also needed to find the ഗലീല ജാൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മുടെ റോക്സ് തൻ്റെ മുഴുവൻ പ്ലാനും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അതിൽ റോക്സ് പറയുന്നുണ്ട് റോക്സിന് 2 ലെജൻഡറി ഡെവിൽ ഫ്രൂട്ട് കൂടെ ആവശ്യമുണ്ടെന്ന്. അതിലൊന്നുള്ളത് എൽബാഫിലാണെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗലീല ജാൻസിനെ കുറിച്ചും ഇത് പറയുന്നുണ്ട്. ഈ ഗലീല ജാൻസിനെ കൊണ്ട് നമ്മുടെ റോക്സിന് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ റോക്സിന് ഏൻഷ്യൻ വെപ്പനെ കുറിച്ചൊക്കെ അറിയായിരിക്കും. ഒരു പക്ഷേ ഈ ഏൻഷ്യൻ വെപ്പൺ ക്രിയേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ഗലീല ജാൻസിനെ നമ്മുടെ റോക്സിന് ആവശ്യമായി വരുന്നത്. എന്തായാലും നമ്മുടെ പ്ലൂട്ടോൻ്റെ ബ്ലൂ പ്രിൻറ്റ് കണ്ടപ്പോൾ നമ്മുടെ ഫ്രാങ്കി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്തായാലും മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. അപ്പം തീർച്ചയായിട്ടും ഈ ഗലീല ജാൻസ് എന്തായാലും ഫ്യൂച്ചറിൽ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.
എന്താണെന്ന് വെച്ചാൽ ഈ പ്ലൂട്ടോൻ്റെ ക്രിയേഷന് എന്തായാലും ഇവരും കൂട്ടി ചെറിയൊരു റോൾ എന്തായാലും വഹിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്പോയിലേഴ്സിൽ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം ചാപ്റ്റർ വന്നാലേ നമുക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റൂ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഓൺ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.